സിംഗിളായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട്. സിനിമയിൽ ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയുക, അതിൻ്റെ ഒരു ജോയ്. 30 വർഷം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ നിരം ഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് നീ നേരെ ചോദിച്ചു. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയൊന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണെന്ന് അറിഞ്ഞു. കുറച്ചുകൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇവിടെ മുരുകദോസിന്റെ ശിവകാർത്തികനോടൊപ്പം ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ളത്. അതല്ലേ ഉള്ളൂ എന്നുള്ളത് ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതെ 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 ചെന്നൈയിൽ നിന്ന് വിഷ്വൽ ഷൂട്ടിനിടയ്ക്ക് നിന്നാണ് വന്നത്. അവിടെ മുരുകദോസ് സാറിന്റെ ശിവകാർത്തികേയൻ അഭിനയിക്കുന്ന സിനിമയിൽ വിശ്വനാണ് പ്രധാന വേഷം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം വന്നത്. വലിയ ഫൈറ്റ് സീക്വൻസുകളൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. സംവിധായകൻ ഇതിനെ പറ്റിയാണ് പറയേണ്ടത്. അല്ല, അതൊരു മുരുകദോസ് ഫിലിം തന്നെയാണ്. ടിപ്പിക്കൽ മുരുകദോസ് ഫിലിം തന്നെയാണ്. ശിവകാർത്തികനൊരു വലിയ ബഡ്ജറ്റ് കൊമേഴ്സ്യൽ വലിയ ബഡ്ജറ്റ് മൂവിയാണ്. വലിയൊരു വർഷത്തോളം വരുന്നൊരു ഷൂട്ടുള്ളൊരു മൂവിയാണ്. അതൊരു നല്ല കഥ.